ഹലോ. ടോക്കിയോയിൽ വന്നതിന് ശേഷം കുറേ കാലമായിട്ട് വിചാരിക്കുന്ന അതിൻ്റെ മണ്ണിലൊന്ന് കയറണം. അപ്പോൾ ഇന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു, ഓൺലൈൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു 10-50 നിലയെങ്കിലും വരണം. അതിൻ്റെ മുകളിൽ കയറിയിട്ട് സിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ, അത് കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. വീഡിയോ ഇട്ടിരിക്കുന്നത് നോക്കാം നമുക്കിൻ്റെ മണ്ടയിൽ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന്. ഈ കാണുന്നതാണ് ഷിബുയ സ്ക്രാമ്പിൾ സ്ക്വയർ, ഷിബുയ സ്കൈ എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. ഒബ്സർവേറ്ററി അല്ല, ജസ്റ്റ് ഓപ്പൺ പ്ലേസ് ആണ്. ഇപ്പോൾ 7 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. 14ാമത്തെ ഫ്ലോർ ആണെന്നാണ് തോന്നുന്നത്. ആദ്യം 14ൽ പോയിട്ട് അവിടുന്ന് നേരെ മുകളിലോട്ട് പോരുക. അപ്പോൾ ആദ്യം 14ാമത്തെ ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യൂ കാണുന്നത്. ഇന്നത്തെ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട്. നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് സംഭവമുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, സോൾഡ് ഔട്ട് ടുഡേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ അവസരം വന്നു. നമ്മൾ നേരെ 14ാമത്തെ നിലയിലേക്ക്. ലിഫ്റ്റ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10-25 പേർക്ക് ഒരു സമയം കയറാൻ പറ്റുന്ന ലിഫ്റ്റായിരുന്നു അത്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ ഒരു ബാർകോഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ബാർകോഡ് ഉള്ളവരെ മാത്രമേ അകത്തേക്ക് അവർ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. ബാർകോഡ് ഉള്ളവരെല്ലാം ആ വശത്തേക്ക് പോയിട്ട് സ്കാൻ ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാനാണ് സ്റ്റാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ കയ്യിലുള്ള സ്കാൻ ചെയ്തു അകത്ത് കയറി 14ാമത്തെ നിലയിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യങ്ങളൊക്കെ കുറച്ച് റെക്കോർഡ് ചെയ്തു. ഈ താഴെയുള്ള ബിൽഡിങ്സൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം നമുക്ക് ആൾക്കാർ നടക്കുന്നതൊക്കെ കാണാം, വണ്ടികൾ പോകുന്നതൊക്കെ കാണാം, നേരിട്ട് തന്നെ കാണാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് അറിയില്ല. അതുകൊണ്ട് മുകളിൽ പോയിട്ട് ഇനി ബാക്കി നോക്കാം എന്താണെന്ന്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ താഴെ ഷിബുയ ക്രോസിംഗ് കാണാം. ആൾക്കാർ 6 വശത്തു നിന്നും റോഡ് ക്രോസ് ചെയ്യുന്നത്, സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രെയിൻ പോകുന്നുണ്ട്, ട്രെയിൻ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും ഒരു ലിഫ്റ്റിൽ കയറാൻ ആണ് നിൽക്കുന്നത്. ഇവിടെയാണ് പോയി ഇറങ്ങുന്നതെന്ന് അറിയില്ല. എന്നാലും അത് നമുക്ക് നോക്കാം. ലിഫ്റ്റിൻ്റെ മുകളിലെന്തൊക്കെ സംഭവം. ലിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് പോലെ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നു. വേറൊന്നും കാണാൻ വയ്യ. ലിഫ്റ്റിൻ്റെ ബട്ടൺ മാത്രം മിന്നുന്നുണ്ടായിരുന്നു. 45-45ലാണ്. ചെവിയൊക്കെ ഇപ്പോഴേ അടങ്ങി. ഉള്ളൊരു പ്രഷർ അറിയാം. അത്രയും 5ാമത്തെ നിലയെന്നൊരു ചെറിയ എസ്കലേറ്റർ. ഏറ്റവും മുകളിലോട്ടുള്ള ഡെക്കിൽ പോവുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഡെക്കിലെത്തി. ഇത് മൊത്തം തുറന്ന സ്ഥലമാണ്, നല്ല കാറ്റുണ്ട്. ചെറിയൊരു മ്യൂസിക് സിസ്റ്റം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഹെലിപാഡ് ഉണ്ട്. ഒരു ചെറിയ ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യവും
ബാർ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് വേണമെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് ആസ്വദിക്കാം. ഞാൻ എന്തായാലും അതിലേക്കൊന്നും കടന്നില്ല. എൻ്റെ ഉദ്ദേശം മെയിനായിട്ട് രാത്രിയുള്ള കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പകർത്തുക എന്നുള്ളതായിരുന്നുകൊണ്ട് നമുക്ക് ടോക്കിയോ ടവർ അതിൻ്റെ യഥാർത്ഥ കളറിൽ തന്നെ കാണാം. കുറച്ച് മുമ്പ് കാണിച്ചത് കുറച്ച് ഇല്ലുമിനേഷൻ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ, പ്രത്യേക വിശേഷ ദിവസങ്ങളിലൊക്കെ അവർ അതിൻ്റെ കളറ് മാറ്റും. ഇതാണ് സാധാരണ നമ്മൾ കാണുന്ന ടോക്കിയോ ടവറിൻ്റെ കളറ്. ഓറഞ്ച് കളറും മഞ്ഞ കളറും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറ്. ഇതാണ് പ്രശസ്തമായ ഷിബുയ ക്രോസിംഗ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീബ്ര ലൈൻ 4 വശത്തോട്ടും വരച്ചിട്ടുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ.
അപ്പോൾ ആളുകൾ എല്ലാ വശങ്ങളിൽ നിന്നും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നലിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്രോസ് എല്ലാം ഒരേ ടൈമിലാണ് എല്ലാവരും ഓരോരോ ഡയറക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യണമെങ്കിൽ വരെ നേരെ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തായി. അതുകൊണ്ട് ഇപ്പോൾ തിരക്ക് കുറവാണ് ഈ കാണുന്നത്. പക്ഷേ സാധാരണ ശനിയും ഞായറും ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഷിബുയ ക്രോസിംഗ്. ആ ദൂരെ കാണുന്നതാണ് NTT ഡോകോമോ യോയോഗി ബിൽഡിംഗ്. ഇതിൻ്റെ ഉയരം 240 മീറ്ററാണ്, അല്ലെങ്കിൽ 787 അടി ഉയരമുണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് ടോക്കിയോ കാബുക്കിച്ചോ ടവർ. ഇതിൻ്റെ ഉയരം 225 മീറ്റർ. മോശമല്ലാതെ തന്നെ അതിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഉയരമുണ്ട്. 738 അടി, അതായത് 48 നിലകളുണ്ട് അതിന്. ഇത് ടോക്കിയോ ടവർ. ഉയരം 333 മീറ്ററാണ്, അതായത് 1092 അടി. ടോക്കിയോ ടവറിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് കയറാം, പക്ഷേ ടിക്കറ്റ് ഉണ്ട്. ഇതേപോലെ മുകളിൽ കയറി ഒരു ലെവൽ വരെ പോകാം, പോയിട്ട് സിറ്റി വ്യൂ കാണാം. ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഒരു ദിവസം സമയം കിട്ടുമ്പോൾ അവിടെയും പോകണം. ആ കാണുന്നതാണ് ടോക്കിയോ സ്കൈ ട്രീ. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്തിരി ദൂരെയാണ് കമ്പയർഡ് ടു ടോക്കിയോ ടവർ. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു നിർമ്മിതിയാണിത്. ഇതിൻ്റെ ഉയരം 634 മീറ്ററാണ്, അതായത് 2080 അടി. ആ താഴെ ഒരു ബിൽഡിംഗ് കാണാം.
ഗൂഗിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു.